എന്തൊരു കഷ്ടം ഇത്. മര്യാദയ്ക്ക് ഒരു ജോലിയും ചെയ്ത് അവിടെ ഇരുന്ന് എന്നെ കുത്തിപ്പൊക്കി ട്രാൻസ്ഫർ മേടിപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം വീട്ടുകാർ തമ്മിൽ മുട്ടം വഴക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ആ എനിക്കറിയില്ല. രണ്ടു കൂട്ടർക്കും ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാ. എന്ത് തെറ്റിദ്ധാരണ? അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന അല്ലാതെ കാര്യം എന്താന്ന് ആരും തുറന്നു പറയുന്നുമില്ല. കാവേരി, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം വെള്ളത്തിലാകും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒരു ഒത്തുതീർപ്പെത്തിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് താൻ തന്റെ അമ്മയും അച്ഛനും തമ്മിൽ യോജിപ്പിലെത്തിക്കുക. ഞാൻ ഏട്ടനും ഏട്ടത്തിലും കാര്യം കൈകാര്യം ചെയ്തോളാം. ശരി. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? ഞാൻ ഒരു കാര്യം ഒന്ന് ഒരു 50 മിനിറ്റ്സ് റൈസ് ആണല്ലോ. എന്റെ കയ്യിലില്ല. ഒരു പ്രേമബന്ധം തകരുന്നത് ഞാൻ കാണണമല്ലോ ഈശ്വര. ഒന്ന് നിന്നേ. അപ്പോ കാവേരി കുഞ്ഞ് ബാലുവിനെ കണ്ടാലും ഞാൻ പറയില്ല. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്നുകൂടി റൈസ് ചെയ്യണമല്ലോ. എന്തിനാന്നോ? ഇത് നല്ല ചെലവുള്ള സാധനമല്ലേ കുഞ്ഞ്. താനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഭാവമാണോ? അയ്യോ അല്ല. പിന്നെ ജീവിക്കാൻ വേണ്ടിയാണ് സാർ. ദേഹമാണെങ്കിൽ പണിയെ എന്നെ കൊണ്ട് വയ്യ. വെയിൽ കൊണ്ടാ ഗ്ലാമർ പോവും. പിന്നെ ജീവിക്കണമെങ്കിൽ കാശുള്ളവന്റെ കയ്യിലെ കാശ് നമ്മുടെ കയ്യിൽ വരണം. അതിനെന്താ വഴി? അപ്പൊ ഇങ്ങനെയുള്ള ചില ചുറ്റുപാടുകളിൽ ചെന്ന് പെടുക. അല്ല, ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. ഇത് തന്നെ ബ്ലാക്ക് മെയിൽ. ബ്ലാക്ക് മെയിൽ എങ്കിൽ ബ്ലാക്ക് മെയിൽ. പക്ഷെ ഒരുത്തനെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മദ്രാസ് മെയിലിന്റെ അടിയിൽ തലവെക്കേണ്ടി വരും. ചലമാണ്ട് കാശ് ചെയ്യാ സാറേ. ചുമ്മാ വേദം പറയുന്നത്. ഇപ്പൊ 50 രൂപ കിട്ടിയില്ലേ? അയ്യോ, അത് കാവേരി അക്കൗണ്ട്. അതായത് കാവേരി കുഞ്ഞ് സാറിനെ കണ്ട കാര്യം പറയത്തില്ല, പക്ഷെ സാറ് കാവേരിയെ കണ്ട കാര്യം പറയും. സത്യത്തിൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ. പൈസ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണമല്ലോ. കൂളിംഗ് ഗ്ലാസ്. ഓക്കെ, സീ യു. എന്തോന്നത്? ഒന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇനി ഇതിന്റെ കുറവേ ഉള്ളൂ. ചുമ്മാതല്ല നാട്ടുകാർ അതും ഇതും പറയുന്നത്. ഇതിവിടെ ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോ ഞാനൊന്നെടുത്ത് മറിച്ചു നോക്കിയെന്നേ ഉള്ളൂ. അതെ അതെ, എന്നിട്ടാ എന്നെ കണ്ടപ്പോ അത് ഒളിച്ചു വെച്ചത്. ഇനി ഇതും കൂടി പഠിച്ചോണ്ട് വേണമല്ലോ അവളുടെ പിന്നാലെ പോയി ശൃംഗരിക്കാൻ. എന്നാൽ അങ്ങനെ തന്നെ. പിന്നെ എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ടുവന്നത്? ഇവിടെ ഇത് വാങ്ങിയതല്ല, ആ വായി നോക്കിയില്ലേ അവൻ താങ്ങി പിടിച്ചോണ്ട് വന്നതാ. അപ്പൊ അവൻ തിരിച്ചു കൊണ്ടുപോയില്ലേ? ആര്? ആ ഡാൻസ് പഠിപ്പിക്കാൻ വന്നില്ലേ അജയൻ. അവനെന്തിനാ ഇത് ഇവിടെ കൊണ്ടുവന്നിരുന്നത്? മറന്നിട്ടുണ്ടാവും. അത് പറയാനാ ഞാൻ ഇവിടെ വന്നത്. കാര്യമൊക്കെ ശരി, കാവേരിയുടെ ഡാൻസ് പഠിത്തം ഇനി വേണ്ട. അതെന്താ? പഠിപ്പിക്കാൻ വരുന്നവന്റെ സ്വഭാവം അത്ര നന്നല്ലാത്തതുകൊണ്ട്. ഈ ഇടയ്ക്ക് ഒരുത്തം നടന്നിരുന്നില്ലേ ഒരു റിപ്പയർ? ഈ ചുറ്റിയും കൊണ്ട് നടന്ന ആൾക്കാരെ തലക്കടിച്ചിട്ട്. എന്തു കുന്തമാവട്ടെ, അവനെ പോലും വെല്ലാൻ മടിക്കാത്തവനാണ് ഇവനെന്നാ ആൾക്കാർ പറയുന്നത്. നിന്നോട് ആരാ പറഞ്ഞത്? നമ്മുടെ പിള്ളച്ചേട്ടൻ. വിടുവായനോ? അയാൾക്ക് വേറെ പണിയൊന്നുമില്ലാത്തോ? അങ്ങനെ വിടുവാനൊന്നും അല്ല, പിഞ്ചു കുഞ്ഞിന്റെ മനസ്സാ. എന്ത് കണ്ടാലും എന്നോട് ഒന്ന് പറയും. ഇതുവരെ അങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ചിലർക്ക് ചിലപ്പോ ചിലതൊക്കെ നടന്നില്ലെന്ന് വരും. അതിനിപ്പോ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ലേ. എന്താ വേണ്ടത്? പെണ്ണിന്റെ ഡാൻസ് പഠിത്തം ഇവിടെ വെച്ച് നിർത്തണമെന്ന്. അജയൻ അത്ര നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയും ആദർശശാലിയായ ഒരു മനുഷ്യന്റെ മകൻ ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന പോലെ വഴിതെറ്റില്ല. ആദർശം പറഞ്ഞോണ്ടിരുന്നാലേ പെണ്ണ് ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോ അറിയാം. എടി, അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം. അവൾ എന്റെ മോളാ. അതുകൊണ്ട് എന്നെ എനിക്ക് പേടി. ഞാൻ ട്രാൻസ്ഫർ വാങ്ങി അവിടുന്ന് ഇവിടെ വന്നത് ചേട്ടന്റെയും ചേട്ടത്തിന്റെയും കൂടെ കുറച്ച് സന്തോഷമായി കഴിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ വന്നപ്പോ ഇതാ പൂരം. പിന്നെ ചില വീടുകളിൽ ഏർപ്പാടുണ്ട്. വിരുന്നുകാർ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുക. വന്നവർ ഓടിക്കൊള്ളുമല്ലോ. അതുപോലെ എന്നെ ഓടിക്കാനാണ് ഈ കളിയെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ബാലു പറയുന്നത് ഞാനാ വഴക്കുണ്ടാക്കുന്നെന്ന്. അങ്ങരല്ലേ ആദ്യം വഴക്കുണ്ടാക്കിയത്. അങ്ങർക്ക് എന്നോടൊന്നും മിണ്ടിയാൽ എന്താ? അപ്പൊ മിണ്ടിയ പ്രശ്നം തീരുമല്ലോ. തീരോ? അപ്പൊ ഏട്ടത്തി അവിടെ ഇരിക്കെ, ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് അയക്കാം. നിങ്ങൾ വാക്കുകൊണ്ടോ വാക്കില്ലാതെയോ കഥകളിയോ ഭരതനാട്യമോ എങ്ങനെയായാലും തിരക്കേടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടിക്കണ്ടാ മതി. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങേരുടെ തലയ്ക്കകത്ത് ഇനി ഇതെങ്ങനെ കയറ്റും നോക്കാം. ചേട്ടാ, ഇതൊരു വീടാണോ? ഇതൊരു വീടാണോന്ന്?
നിനക്കെന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് ഒരു മൃഗശാലയാണെന്ന്. ഓ, ഒരു കൂട്ടിൽ സിംഹം, ഒരു കൂട്ടിൽ കരടി. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മുറുമുറുത്തോണ്ടിരിക്കും അല്ലേ? ശരി. ഒരു കൂട്ടി സിംഹം, ഒരു കൂട്ടി കരടി. സമ്മതിച്ചു. അപ്പൊ നീ ഏതാ ഇനം? ചിമ്പാൻസിയോ? ദേ ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. ചേട്ടനാണെന്ന് നോക്കൂല, ഞാനും വല്ലതൊക്കെ പറയും. പറഞ്ഞോ. നീയായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? ഞാനാരാ? വായില്ലാത്ത കോടാലി. ആർക്കും എടുത്ത് എങ്ങനെയും വെട്ടാം. അങ്ങനെ ആർക്കും എടുത്ത് വെട്ടാൻ കിടന്നു കൊടുത്തിട്ടല്ലേ? ഭാര്യമാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആ ചേട്ടാ, ഈ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്... മതി 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 മതി. പറഞ്ഞു പറഞ്ഞ് ഞാൻ കേറുകല്ലേ. അടിത്തറ തോണ്ടാൻ വന്നിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കല്യാണം കഴിക്ക്. അപ്പൊ മനസ്സിലാവും. അയ്യോ വേണ്ടേ, എനിക്ക് കല്യാണമേ വേണ്ട. എനിക്കിത്തിരി സ്വൈര്യമായി ജീവിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. ആ, ദേ ഈ പറഞ്ഞത് സത്യം. നിനക്ക് വിവരം ഉണ്ടെന്ന് ആദ്യമായിട്ട് തോന്നിയത് ഇപ്പോഴാണ്. അപ്പൊ ചേട്ടാ, ഒന്ന് പോടാ വച്ചനെ. ഭരിക്കാൻ വന്നിരിക്കുന്നു. ചേട്ടാ, എന്നെ പ്രസവിച്ച 7-ാം പക്കം നമ്മുടെ അമ്മ മരിച്ചു. 1 വർഷം തികയുന്നതിന് മുമ്പ് അച്ഛനും മരിച്ചു. പിന്നീട് എന്റെ കാണപ്പെട്ട അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയാണ്. അല്ലേ ചേട്ടാ? നിങ്ങളിങ്ങനെ കീരിയും പാമ്പും പോലെ ഇവിടെ കഴിഞ്ഞാൽ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഈ അനാഥനായ ഞാൻ എവിടെ പോകാനാണ്? എവിടെ പോകാനാണ് ചേട്ടാ? കിഴക്കേക്കോട്ടെ ഒരു പട്ടരുടെ കടയുണ്ട്, അവിടെ കിട്ടും. അയ്യടാ, ഒരിറ്റ് സ്നേഹേ. നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. സാറിന്റെ വരവ് കണ്ടപ്പോഴേ നീ കാര്യം മനസ്സിലായി. മനസ്സിലായില്ല? ആ. എന്നാ പിന്നെ അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഈ നാടൻ കളിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ അവളോട് മിണ്ടണം, അത്രല്ലേ ഉള്ളൂ. എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഞാൻ ആദ്യം അങ്ങോട്ട് മിണ്ടുക എന്ന് പറയുന്നത് നമ്മുടെ തറവാടിന്റെ അന്തസ്സിന് മോശമല്ലേ? ഒന്ന് മിണ്ടിന്ന് വെച്ച് പോകുന്ന അന്തസ്സങ്ങ് പോട്ടെ. ഞാനല്ലേ അറിയുന്നുള്ളൂ, ഞാൻ സഹിച്ചോളാം. ഏയ്, നിനക്ക് മിടുക്കുണ്ടെങ്കിൽ നീ അവളെ കൊണ്ട് ആദ്യം ഇങ്ങോട്ട് മിണ്ടിക്ക്. ഇപ്രാവശ്യം ചേട്ടൻ ഒരു ചെറിയ ത്യാഗം ചെയ്യും പ്ലീസ്. ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ വെയിറ്റ് പോവോ? ഏയ് ഒരിക്കലുമില്ല. ചേട്ടന്റെ പാറക്കുട്ടിയല്ലേ, പാവമല്ലേ? ചെല്ലേ. ആ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. തിരിച്ചു വരുമ്പോ രണ്ടുപേരും എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച്, എന്താ എന്താ എന്താ? അതായത് സ്നേഹമായിട്ട് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം. അതെനിക്ക് ആശയമുള്ളൂ. കാര്യങ്ങൾ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് തന്നെ നീങ്ങുന്നുണ്ട്. അത്യാവശ്യമായി ചിലത് പറയുവാനുണ്ട്. വൈകുന്നേരം കാണണം, നമ്മുടെ പഴയ സ്ഥലത്ത്. വരില്ലേ? വരണം. ഇത്രയും ദിവസമില്ലാത്ത പുതിയൊരു സ്നേഹം ഇതെന്റെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇത് നമ്മുടെ ബാലു. ബാലു സ്വന്തമായിട്ട് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ പോരാ, ഇനി ആ പാവത്തിനെ കൂടെ കൂട്ടുപിടിച്ചോ. ഇത് നമ്മുടെ ബാലുവിന്. നിങ്ങൾ ഇതൊക്കെ നിർത്തണ്ട ഞാൻ വിചാരിച്ച്. തുടങ്ങി വേണം നിർത്താൻ. എനിക്കൊന്നും കേൾക്കണ്ട. മിണ്ടണ്ട. മിണ്ടു മിണ്ടെന്ന് പറഞ്ഞ മിണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. എന്താ ഇത്? ചേട്ടാ ചേട്ടാ, ഇനി മേലാൽ അവളുടെ ഉപദേശമായിട്ട് എന്റെ അടുത്ത് വന്നാൽ ചവിട്ടിന്റെ കാര്യം ഓടിച്ചോളെ. എന്ത് പറ്റി ചേട്ടാ? പറ്റിയത് നിന്റെ ചുമ്മാ ഇടി ഇടി എന്ന് പറഞ്ഞാല്
ഇന്നത്തെ കാലത്ത് 500 രൂപ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം തന്തയെ വിറ്റ് തിന്നലട നായിന്റെ മോനെ. 500 രൂപയുണ്ട്, പക്ഷെ കാര്യം നടക്കണം. ഇത് വലിയ കാര്യമൊന്നുമല്ല. സിമ്പിൾ ഇടിച്ചു പിടിച്ചാൽ കൈ തരട്ടെ. ഒരു പാലു. ഈ ഇടിയോടുകൂടി അവൻ നാളത്തെ വണ്ടിക്ക് ഭോപ്പാലിൽ പോകണം. സ്വന്തം അമ്മ കണ്ടാൽ പോലും അവന്റെ മോന്ത തിരിച്ചറിയരുത്. അപ്പൊ ഇടിയുടെ ഒരു അങ്ങനെ ഞാൻ കൈ വയ്ക്കണം. വേണ്ട വേണ്ട, വല്ലവരെ കൊണ്ട് തല്ലിച്ചാ മതി. വെറുതെ അവന്റെ കയ്യിലെങ്ങാനും ചെന്ന് വിട്ട് നിന്റെ മോന്തിയും തിരിഞ്ഞ് ഇവിടെ വന്ന ആ പെണ്ണ് നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഏറ്റെണ്ണ അല്ല അച്ഛാ. പിന്നെ എന്നെ നീ പറ്റിച്ചോണ്ട് പോകുന്ന വിചാരിക്കണ്ട. തല്ല് നടക്കുന്നിടത്ത് ഞാനും വരും വാച്ച് ചെയ്യാൻ. ഒന്നില്ലെങ്കിൽ നിന്റെ തന്തയല്ലടാ ഞാൻ.